ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്റ്റിക്കി ടോഫി പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ്സ് 15 എണ്ണം, ബട്ടർ 110 ഗ്രാം, മൈദ 1/4 കപ്പ്, ബ്രൗൺ ഷുഗർ 1/4 കപ്പ്, മുട്ട 2 എണ്ണം, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, വാനില എസൻസ് 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, വിപ്പിംഗ് ക്രീം 1 കപ്പ്. ഞാനിവിടെ ഡേറ്റ്സ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു 15 ഡേറ്റ്സ് ആണ്. 15 ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചേക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നല്ല ചൂടുവെള്ളം, ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഇതൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. അതായത് ഡേറ്റ്സ് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയാണ്. നമുക്ക് ഡേറ്റ്സ് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ നിന്ന് അരച്ചെടുക്കുകയും വേണം. ഇതിവിടെ നിങ്ങൾ മാറ്റി വയ്ക്കാം. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയുടെ പാത്രത്തിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. പിന്നെ വേണ്ടത് ബ്രൗൺ ഷുഗർ. ഇപ്പം ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വൈറ്റ് ഷുഗർ എടുത്താലും മതി. അപ്പം നമ്മുടെ കേക്കിന് പുഡിങ്ങിന് ലൈറ്റ് കളർ ആവുന്നേ ഉള്ളൂ. ബ്രൗൺ ഷുഗറാണ് നല്ലത്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഓരോ മുട്ട വെച്ച് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം വാനില എസൻസ് ഇല്ലെങ്കിൽ കോഫി പൗഡർ ചേർത്താലും മതി. നമ്മൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നമ്മൾ ഇനിയിപ്പോൾ ഇത് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഡേറ്റ്സിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഡേറ്റ്സിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിത് സ്റ്റീമറിൽ വെച്ചും ചെയ്യാം, ഓവൻ്റെ അകത്ത് വെച്ചും ചെയ്യാം. ഓവൻ്റെ അകത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ 180 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടുക. അതിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്. സ്റ്റീമറിൻ്റെ അകത്താണെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക ഈ സമയത്ത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ചെറിയ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ.
ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ സ്റ്റീമറിൻ്റെ അകത്തും വെക്കുന്നുണ്ട്, ഓവൻ്റെ അകത്ത് ഒരെണ്ണം വെക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ സ്റ്റീമറിലേക്ക് എടുക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ബട്ടർ തേക്കുക. അതിലേക്ക് നമുക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ കപ്പിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാത്തെടുത്താലും മതി, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. അപ്പം സ്റ്റീമറിൻ്റെ അകത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. ഡിസ്പോസിബിൾ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓവൻ്റെ അകത്ത് വയ്ക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇത് നന്നായിട്ട് ചെയ്തിട്ട് ഇനി സ്റ്റീമറിൻ്റെ അകത്ത് നമ്മളൊരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പം നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് വെന്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ പുഡിങ് റെഡിയാകുന്ന സമയത്ത് നമുക്ക് അതിനൊരു സോസ് ഉണ്ടാക്കണം. ആദ്യം ബ്രൗൺ ഷുഗറും ബട്ടറും ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഹെവി ക്രീമോ ഏത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായ ബട്ടറുമായിട്ട് നന്നായിട്ട് വന്നു. നല്ലൊരു കൊമള പോലെ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. ചെറുതീയിലിട്ട് കൊടുക്കുക. നന്നായിട്ട് കുറുകി വരണം. ഇരിക്കും തോറും ഇത് കുറുകി വരും നന്നായിട്ട്. ഇപ്പം നല്ല ലൂസായിട്ട് കിടക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. പുഡിങ്ങിൻ്റെ ചൂട് ഫുള്ള് പോയി കഴിയുമ്പോഴേ നമുക്ക് ഇത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ടോഫി സോസ് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടോഫി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്തെടുത്തതും ഇത് ഓവൻ്റെ അകത്ത് ബേക്ക് ചെയ്തതും. എനിക്കൊരു 30 മിനിറ്റോളം എടുത്തു 180 ഡിഗ്രിയിൽ. അപ്പം നമ്മുടെ സോസും എല്ലാം ചൂടെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട്, ചെറിയ പാത്രം ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഫോർക്ക് വെച്ചോ കുത്തി ഇതിലേക്ക് സോസ് ഒഴിക്കാം. അപ്പോൾ സോസ് കൂടുതൽ അതിൻ്റെ അകത്ത് അബ്സോർബ് ചെയ്യും.
എനിക്ക് ഒത്തിരി മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ മേൽഭാഗം മാത്രം ഒന്ന് മാറ്റിയിട്ട് സോസ് ഒഴിക്കാം. സോസ് ഇരിക്കും തോറും കുറുകും. ഞാൻ ഇതിൻ്റെ മേളിൽ ഒരു സ്പൂൺ ഐസ്ക്രീമും കൂടെ വെക്കുവാണ്. നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ച് ഐസ്ക്രീമും വെച്ച് സോസും കൂടെ മേളിൽ ഒഴിച്ച് അങ്ങനെ കൊടുക്കാം. ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് ഒരുമിച്ച് അങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ടോഫി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്